السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الله أما بعد. ആദരണീയായ ഉസ്താദുമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇമാമുകൾ നൽകിയ വൈജ്ഞാനിക മുന്നേറ്റം എന്നതാണ്. ഇസ്ലാം ഒരു മതം മാത്രമല്ല, അതൊരു സമ്പൂർണ്ണ ജീവിത ശൈലിയാണ്. ഇസ്ലാം മനുഷ്യനെ പഠിക്കാൻ, ചിന്തിക്കാൻ, ഗവേഷണം നടത്താൻ പ്രചോദിപ്പിക്കുന്ന മതമാണ്. ഖുർആൻ നമ്മോട് പലതവണ പറയുന്നു, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ നിരീക്ഷിക്കുന്നില്ലേ. അതായത് വിജ്ഞാനം നേടുക എന്നുള്ളത് ഒരു ആരാധനയാണ്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജ്ഞാനം തേടുന്നത് ഓരോ മുസ്ലിമിനും കടമയാണ്. ഈ വചനത്തെ ഹൃദയത്തിൽ കൊത്തിയെത്തിയാണ് ഇസ്ലാമിക ലോകം മഹത്തായ ശാസ്ത്ര മനുഷ്യ വിജ്ഞാന കേന്ദ്രമായി മാറിയത്. ആ മഹിമയിലേക്ക് നയിച്ച അതുല്യ പണ്ഡിതന്മാരും പ്രത്യേകിച്ച് 4 ഇമാമുമാരാണ്. ഇമാം അബൂ ഹനീഫ, മാലിക്, ഷാഫി, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അബൂ ഹനീഫ ഫിഖ് എന്ന നിയമശാസ്ത്രത്തിൻ്റെ മഹാ പണ്ഡിതനായി അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അവരുടെ പഠനത്തിൻ്റെയും ചിന്തയുടെയും പ്രതീകമായിരുന്നു. സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കും ബുദ്ധിപരമായ പരിഹാരങ്ങൾക്കും അവർ ശ്രമിച്ചു. ശാസ്ത്രീയമായ വാദങ്ങളും തത്വചിന്തകളും ചേർന്ന രീതിയിൽ നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. അവരുടെ ശിഷ്യന്മാർ ഈ പാത തുടർന്നപ്പോൾ ഹനഫി മദ്ഹബ് ലോകമെമ്പാടും വ്യാപിച്ചു തുടങ്ങി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ച മഹാപണ്ഡിതനായിരുന്നു. പ്രവാചകന്റെ നഗരത്തിൽ നിന്നുള്ള ജീവിതശൈലി തന്നെയാണ് അവരുടെ പഠനത്തിന് അടിസ്ഥാനമായത്. പ്രശസ്ത കൃതി അൽ മുഅത്ത ഹദീസ് ഗ്രന്ഥങ്ങളുടെ നിയമശാസ്ത്രത്തിൻ്റെ സമാഹാരമാണ്. പ്രവാചകന്റെ പ്രവൃത്തികൾ സമൂഹത്തിൽ എങ്ങനെ പ്രയോഗ്യമാണെന്ന് അവർ കാണിച്ചു തന്നു. മാലിക് റളിയല്ലാഹു അൻഹു ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മതമാചാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും ആകണം എന്നതാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു അതുല്യ ബുദ്ധിമാനായിരുന്നു. ഇസ്ലാമിക നിയമങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങൾ ഉസൂൽ അൽ ഫിഖ് രൂപപ്പെടുത്തിയുടെ അവർ ചരിത്രത്തിൽ സ്ഥാനം നേടി. വാദപ്രതിവാദത്തിൽ അതിവിശദമായുള്ള വ്യക്തിയായിരുന്നു ഷാഫിഈ ഇമാം. സത്യത്തെ കണ്ടെത്താൻ വാദിക്കുക, പരാജയപ്പെടുത്താൻ അല്ല എന്നതാണ് അവരുടെ സമീപനം. പഠനവും ഗവേഷണവും എങ്ങനെ ശാസ്ത്രീയമായി നടത്തണമെന്നതിൽ ഷാഫിഈ ഇമാമിൻ്റെ ജീവിതം ഒരു മഹാകൃതിയായി മാറി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹദീസ് ശാസ്ത്രത്തിലെ മഹാപണ്ഡിതനായിരുന്നു. അവരുടെ വലിയ ഹദീസ് സമാഹാരത്തിൽ ഒന്നാണ്. ജീവിതത്തിൽ അനവധി ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടും അവർ സത്യത്തിൽ നിന്നും പിന്നോട്ടില്ല. മതസത്യത്തിന് വേണ്ടി സഹിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്ത അവരുടെ ധൈര്യം ഇന്നും നമുക്ക് പ്രചോദനമാണ്. ഇമാമുമാരുടെ ഈ പഠന പാരമ്പര്യം ഇസ്ലാമിക ലോകത്ത് വിജ്ഞാനത്തിൻ്റെ വലിയൊരു നവോത്ഥാനമായിരുന്നു.
അവരുടെ ശിഷ്യന്മാരും ചിന്തകളും പ്രചോദനമാക്കി നിരവധി ശാസ്ത്രജ്ഞന്മാർ വളർന്നു വന്നു. അൽ ഖാസിമി ആൽജിബ്ര കണ്ടുപിടിച്ചു. ഇബ്നു സീന വൈദ്യശാസ്ത്രത്തിൻ്റെ അതുല്യ കൃതി രചിച്ചു. ഇബ്നു ഹൈതം ഭൗതിക ശാസ്ത്രത്തിൻ്റെയും പ്രകാശശാസ്ത്രത്തിലെയും പഠനങ്ങൾ നടത്തി. അൽ ബിറൂനി ഭൂമിയും നക്ഷത്രങ്ങളും സംബന്ധിച്ച് മഹത്തായ ഗവേഷണങ്ങൾ നടത്തി. ഇവർ എല്ലാം ഇമാമുമാരുടെ ഭൗതിക വൈദ്യത്തിൻ്റെ തുടർച്ചയാണ്. ഇമാമുമാർ നമ്മെ പഠിപ്പിക്കുന്ന ജീവിത വിജ്ഞാനങ്ങളും വിജ്ഞാനശാസ്ത്രവും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നതാണ്. മതം മനുഷ്യനെ പഠിക്കാൻ തടയുന്നതല്ല, മറിച്ച് പഠനത്തെ ഉത്സാഹിപ്പിക്കുക എന്നതാണ്. ഒരു മുസ്ലിം വിദ്യാർത്ഥി പഠിക്കുന്ന ഓരോ വിഷയവും അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് നമുക്ക് ഇമാമുമാരെ മാതൃകയാക്കാം, നമുക്ക് പഠിക്കാം, ഗവേഷണം നടത്താം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നടത്തുന്നു. അസ്സലാമു അലൈക്കും.